മിഷൻ അഴിമതി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ വീണ്ടും അറസ്റ്റിലാകുമ്പോൾ എല്ലാവരും നോക്കുന്നത് ഇതിനെല്ലാം വഴിവെച്ച സ്വപ്ന സുരേഷ് പ്രവചിക്കുന്നത് പോലെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും അദ്ദേഹത്തിന്റെ ഭാര്യ കമല, മകൾ വീണ, മകൻ വിവേക്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ എന്നിവരിലേക്ക് എത്തുമോ എന്നതാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന ഈ കേന്ദ്ര സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ 4ാം വട്ടമാണ് അറസ്റ്റ് ചെയ്യുന്നത്. 3 കേസുകളിലായി 98 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള അദ്ദേഹം ജയിൽവാസത്തിന്റെ കുളിരുമാറിയ കഥാപാത്രമാണ്. അതുകൊണ്ട് ഇനി എത്ര ദിവസം കൂടി കിടന്നാലും കൂടുതൽ എന്തെങ്കിലും വീണുകിട്ടും എന്ന് കരുതാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതിന് സാധ്യമായാൽ സ്വപ്ന പ്രവചിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നതിനുള്ള വലിയ കടമ്പ മാറാം. മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യലിന് വിളിക്കുവാനെങ്കിലും സാധിക്കും. സംസ്ഥാന വിജിലൻസ് കേസന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാമെന്ന പൂതി മനസ്സിൽ വെച്ചാൽ മതി, ഇത് പുതിയ മനോനിലയാണ് എന്ന് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയതോടെ സംസ്ഥാന വിജിലൻസിന്റെ അന്വേഷണമെല്ലാം നിശ്ചലമായി. അതുപോലെ കേന്ദ്ര ഏജൻസികളെ ഭീഷണിപ്പെടുത്തുവാനാവില്ല. വഴി തുറന്നു കിട്ടിയാൽ അവർ കടന്നുകയറി കളിക്കും. പക്ഷേ അതിനവർക്ക് ഒരു വാതിൽ തുറന്നു കിട്ടണം. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയിലാണ് അഴിമതി നടന്നതായി ആരോപണം ഉയർന്നിട്ടുള്ളത്. റെഡ് ക്രോസിന്റെ ബദലായുള്ളതും ഇന്ത്യയിൽ പ്രവർത്തനാനുമതി ഇല്ലാത്തതുമായ റെഡ് ക്രസന്റുമായി ചേർന്ന് അവിടെ വീടില്ലാത്തവർക്കായി 500 ചതുരശ്ര അടിയിലുള്ള 140 അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കുവാനായിരുന്നു പദ്ധതി. 20 കോടിയുടേതായിരുന്നു പദ്ധതി. അതിനായി റെഡ് ക്രസന്റിൽ നിന്നും കിട്ടിയ കോടികളിൽ കോടികൾ പലർക്കും കമ്മീഷനായി നൽകപ്പെട്ടു എന്നതാണ് ആരോപണം. കേരളം നേരിട്ട വൻ പ്രളയക്കെടുതിക്ക് സഹായം തേടി മുഖ്യമന്ത്രിയും സംഘവും നടത്തിയ ഗൾഫ് പര്യടന വേളയിലാണ് മുസ്ലിം സംഘടനയായ റെഡ് ക്രസന്റിന്റെ സഹായം സ്വീകരിക്കുവാൻ തീരുമാനിച്ചത്. 2019 ജൂലൈ 31 ഇത് സംബന്ധിച്ച കരാർ ഒപ്പിട്ടു. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാത്തതുകൊണ്ട് റെഡ് ക്രസന്റിന് കേരളത്തിൽ നേരിട്ട് പണം നൽകാനാവില്ല. അവർ തുക UAE കോൺസുലേറ്റ് വഴി ഒരു ഭവന നിർമ്മാണ പദ്ധതിക്ക് നൽകുവാൻ തീരുമാനിച്ചു. 2019 ജൂലൈ 31 റെഡ് ക്രസന്റുമായി ഇത് സംബന്ധിച്ച കരാർ ഒപ്പിട്ടു. റെഡ് ക്രസന്റിന്റെ സെക്രട്ടറി ജനറൽ ഫഹദ് അബ്ദുൾ റഹ്മാൻ യൂസഫ് അലി ബിൻ സുൽത്താനും ലൈഫ് മിഷന് വേണ്ടി MD UV ജോസുമാണ് ഒപ്പിട്ടത്. സർക്കാരും കോൺസുലേറ്റും തമ്മിൽ ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചകളിൽ ശിവശങ്കറും കോൺസുൽ ജനറലിന്റെ അക്കാലത്തെ സെക്രട്ടറിയായിരുന്ന സ്വപ്ന സുരേഷുമായിരുന്നു ഇടനിലക്കാർ. സ്വപ്ന വഴി പുതിയ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞ സന്ദീപ് നായർ നിർമ്മാണം തന്റെ സുഹൃത്ത് യൂണിടാക് ബിൽഡേഴ്സിന് കിട്ടാൻ കരുക്കൾ നീക്കി. സ്വപ്നയും സരിത്തുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. യൂണിടാക് മുൻ ജീവനക്കാരനായ യദു സുരേന്ദ്രൻ വഴി വിവരങ്ങൾ സന്തോഷ് ഈപ്പനെ അറിയിച്ചു. യൂണിടാക് മേധാവിയായ സന്തോഷ് ഈപ്പനും അവരുടെ സഹസ്ഥാപനമായ സെയിന്റ് വെഞ്ചേഴ്സിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ PV വിനോദും ചേർന്ന് സ്വപ്നയെയും കോൺസുലേറ്റിലെ ധനകാര്യ വിഭാഗം മേധാവിയായ ഖാലിദിനെയും കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. പദ്ധതിയുടെ കോൺട്രാക്ട് തരാമെന്നും പക്ഷേ 20% കമ്മീഷൻ വേണമെന്നും അവർ തുറന്നു പറഞ്ഞു. യൂണിടാക്കിന് ഭവന നിർമ്മാണ പദ്ധതിയും സെയിന്റ് വെഞ്ചേഴ്സിന് ഹെൽത്ത് കെയർ സെന്റർ നിർമ്മിക്കുന്നതിനുള്ള 5.25 കോടി രൂപയുടെ പദ്ധതിയും നൽകാൻ ധാരണയായി. ഇതിന്റെ വെളിച്ചത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറെ കണ്ട് സംസാരിക്കുവാൻ സന്തോഷ് ഈപ്പനോട് സ്വപ്ന നിർദ്ദേശിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ശിവശങ്കറിനെ കണ്ടു. അദ്ദേഹം കമ്മീഷൻ കാര്യങ്ങൾ സംസാരിച്ചതായാണ് സ്വപ്ന പറയുന്നത്. ഏതായാലും ശിവശങ്കർ UV ജോസിനെ തന്റെ ഓഫീസിൽ വിളിച്ച് കരാർ സംബന്ധിച്ച നിർദ്ദേശം കൊടുത്തു. വടക്കാഞ്ചേരി പദ്ധതി യൂണിടാക്കിന് കൊടുക്കുവാൻ നിയമപരമായ തടസ്സം ഉണ്ടായിരുന്നു. ഇത് പരിഹരിക്കുന്നതിന് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട 3 യോഗങ്ങൾ വിളിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും തദ്ദേശ മന്ത്രി AC മൊയ്തീനും അന്നത്തെ ചീഫ് സെക്രട്ടറിയും ആ യോഗത്തിൽ സംബന്ധിച്ചു. യൂണിടാക്കിനെ നിയമപരമല്ലാതെ തന്നെ കരാറുകാരനായി അംഗീകരിച്ചു. UV ജോസ് തയ്യാറാക്കിയ രഹസ്യ റിപ്പോർട്ടിൽ 3 യോഗങ്ങളുടെയും വിവരം ഉണ്ടായിരുന്നു. ഇതിനിടെ സ്വപ്ന കോൺസുലേറ്റിലെ ജോലി വിട്ട് കേരള സർക്കാരിൽ ജോലി തേടി. ശിവശങ്കർ സ്വപ്നയ്ക്ക് അയച്ച വാട്സാപ്പ് ചാറ്റിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ താൽപര്യപ്രകാരമാണ് ഈ നിയമനം എന്നാണ്. പദവി കുറവാണെങ്കിലും കോൺസുലേറ്റിൽ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളം കിട്ടുന്ന ജോലിയാണെന്ന് ഇതേക്കുറിച്ച് സ്വപ്നയോട് ശിവശങ്കർ വിശദീകരിക്കുന്നതായി ചാറ്റിലുണ്ട്. UAE കോൺസുലേറ്റ് വഴി നടന്ന സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് പ്രതിയായതോടെ എല്ലാ കളികളും പുറത്തു വന്നു തുടങ്ങി. കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് തടവിലായ സ്വപ്ന കൊടുത്ത മൊഴിയിലൂടെയാണ് ലൈഫ് മിഷൻ അഴിമതി കേസ് പുറം ലോകം അറിയുന്നത്. റെഡ് ക്രസന്റ് വഴി ലഭിച്ച 7.25 കോടി രൂപയിൽ 3.80 കോടി രൂപ കൈക്കൂലി നൽകി എന്ന് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ ഇഡിക്ക് മൊഴി നൽകി. ഈ തുക ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഡോളറാക്കി UAE കോൺസുലേറ്റിലെ മുൻ അക്കൗണ്ടന്റ് ഖാലിദ് ഷൗക്രിക്ക്
കൈമാറിയെന്നും വെളിപ്പെടുത്തപ്പെട്ടു. ഇക്കാര്യം CPM ചാനൽ വഴി സ്കൂപ്പ് പോലെ ഒരു ദിവസം പുറത്തുവിട്ടു. തുക മുഴുവൻ അറബിയാണ് കൊണ്ടുപോയത് എന്ന് വരത്തക്ക രീതിയിലായിരുന്നു ആ വാർത്താ അവലോകനം. എന്നാൽ 3.80 കോടി മാത്രമല്ല കോഴപ്പണമെന്നും അത് 6 കോടിയിലധികം ഉണ്ട് എന്നും സ്വപ്ന ജയിലിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരുന്നു. സ്വപ്നയ്ക്കും കിട്ടി കമ്മീഷൻ. ശിവശങ്കർ നിർദ്ദേശിച്ചതനുസരിച്ച് സ്വപ്നയുടെ പേരിലെടുത്ത ലോക്കറിൽ കമ്മീഷൻ തുകയിൽ 1 കോടി സൂക്ഷിച്ചിരുന്നു. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ പിടികൂടുകയും ചെയ്തു. സ്വപ്ന സുരേഷ്, PS സരിത്ത്, സന്ദീപ് നായർ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ശിവശങ്കറിന് കമ്മീഷൻ കൊടുത്തത്. സരിത്താണ് കമ്മീഷൻ തുക ശിവശങ്കറിന് എത്തിച്ചു കൊടുത്തത് എന്നും സ്വപ്ന മൊഴി കൊടുത്തു. ഇതെല്ലാം പരസ്യമായി പറയുകയും ചെയ്തു. ഇതിനിടെ 2020 ഒക്ടോബർ 28-ന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ശിവശങ്കറെ ED അറസ്റ്റ് ചെയ്തു. നവംബർ 25-ന് കള്ളക്കടത്ത് കേസിൽ NIA-യും 2021 ജനുവരി 20-ന് ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസും അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഉദ്യോഗസ്ഥ പ്രമുഖൻ അങ്ങനെ 98 ദിവസം ജയിലിൽ കിടന്നു. പുറത്തിറങ്ങിയ അദ്ദേഹത്തിന് സർക്കാർ നിയമനം കൊടുത്തു. അദ്ദേഹം തന്റെ നിരപരാധിത്വം വ്യക്തമാക്കിക്കൊണ്ട് ഒരു പുസ്തകവും പ്രസിദ്ധീകരിച്ചു. ഇതിനിടെ സ്വപ്നയും ജയിൽ വിമുക്തയായി. ശിവശങ്കറിന്റെ പുസ്തകത്തിൽ തന്നെ തള്ളിപ്പറഞ്ഞതും കുറ്റപ്പെടുത്തിയതുമെല്ലാം അവരെ വല്ലാതെ ചൂടിപ്പിച്ചു. അവർ അതുവരെ വെളിപ്പെടുത്താതിരുന്ന പലതും പരസ്യമായി പറഞ്ഞു. തനിക്കെതിരെ നിയമ നടപടിക്ക് വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും മകൾക്കും എതിരെയും മുൻ സ്പീക്കർ ശിവരാമകൃഷ്ണൻ, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർക്കെതിരെയും വളരെ അപമാനകരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഒരു നിയമ നടപടിക്കും ആരും ധൈര്യം കാണിച്ചില്ല. ഇതിനിടെ കേന്ദ്ര ഏജൻസികളുടെ വഴിമുടക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. അതിനായി വടക്കംചേരി ലൈഫ് മിഷനെ കുറിച്ച് വിജിലൻസ് അന്വേഷണം എന്നു പേര് പറഞ്ഞ് എടുപ്പിച്ച കേസ് സംബന്ധിച്ച എല്ലാ രേഖകളും സംസ്ഥാന വിജിലൻസിന്റെ കൈക്കലാക്കിച്ചു. കേന്ദ്ര ഏജൻസികൾക്ക് ബന്ധപ്പെട്ട രേഖകൾ കിട്ടാത്ത നിലയിലായി. റെഡ് ക്രസന്റും UAE കോൺസുലേറ്റും എല്ലാം കക്ഷികളായ ഒരു കേസ് സംസ്ഥാന വിജിലൻസിന് അന്വേഷിക്കാൻ തടസ്സമുള്ളതുകൊണ്ട് CBIക്ക് കൊടുക്കണം എന്ന വാദവുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി CBI അന്വേഷണത്തിന് അനുമതി കൊടുത്തെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് വിലക്കി. ഹൈക്കോടതി നൽകിയ അനുമതിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഹൈക്കോടതി വിധിക്ക് സ്റ്റേ അനുവദിച്ചില്ല. അതുകൊണ്ട് കേസ് അന്വേഷണം തുടരാമെങ്കിലും CBIക്ക് രേഖകൾ ഒന്നും കിട്ടിയില്ല. കേസ് കോടതിയിൽ നിൽക്കില്ല. ഇങ്ങനെ സുരക്ഷിതമാക്കപ്പെട്ട കോട്ടയ്ക്കുള്ളിൽ കടക്കാൻ കേന്ദ്ര ഏജൻസികൾക്കാവുമോ എന്ന ചോദ്യം ശക്തമായി ഉയരുന്നു. സാധിക്കുമെന്നോ അതിനുള്ള ആവേശം കേന്ദ്ര സർക്കാരിനുണ്ടെന്നോ ഇപ്പോൾ കരുതുന്നില്ല. CBI കേസ് അന്വേഷണം ഏറ്റെടുത്തതോടെ വിജിലൻസും അന്വേഷണം തുടങ്ങി. വിജിലൻസ് രേഖകളെല്ലാം പിടിച്ചെടുത്തു. പകർപ്പ് പോലും CBIക്ക് കൊടുത്തില്ല. രേഖകളില്ലാതെ CBIക്ക് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനാവില്ല. ഒരേ കുറ്റത്തിന് 2 FIR-ഉം പറ്റില്ല. ഒന്നാം പ്രതി സന്തോഷ് ഈപ്പനാണ്. സംസ്ഥാന സർക്കാർ പ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമായി 4.5 കോടി രൂപ കമ്മീഷൻ കൊടുത്തു. സന്തോഷ് ഈപ്പന്റെ കൈയെഴുത്ത് കുറിപ്പ് CBIക്ക് തെളിവായുണ്ട്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കെട്ടിട നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേസെടുത്ത വിജിലൻസ് അന്വേഷണവും അഴിമതി നടന്നു എന്നും അതിൽ ശിവശങ്കർ പ്രതിയാണെന്നും കണ്ടെത്തി. ശിവശങ്കർ ഉൾപ്പെടെ 8 പേരെ പ്രതികളാക്കി വിജിലൻസ് കോടതിയിൽ FIR സമർപ്പിച്ചു. ശിവശങ്കർ 5-ാം പ്രതി, സ്വപ്ന 6, സരിത്ത് 7, സന്തോഷ് ഈപ്പൻ, സെയിന്റ് വെഞ്ചേഴ്സിലെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് ആദ്യ പ്രതികൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിവരം തേടാൻ വിജിലൻസിന് ആയില്ല. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ വിജിലൻസ് അല്ല കേന്ദ്ര ഏജൻസികൾ പോലും ചോദ്യം ചെയ്യുന്നതിന് നടത്തിയ നീക്കം നടക്കാതെ പോയി. പലതവണ ED വിളിച്ചെങ്കിലും മുഖ്യമന്ത്രി തടഞ്ഞെന്നാണ് സ്വപ്നയുടെ ആക്ഷേപം. 1 വർഷമായി സംസ്ഥാനത്തെ വിജിലൻസ് അന്വേഷണം നിലച്ചിട്ട്. ഉന്നതരെ ചോദ്യം ചെയ്യേണ്ട ഘട്ടം വന്നപ്പോൾ SP-യെ മാറ്റി. പുതിയ ഉദ്യോഗസ്ഥൻ വന്നു. അദ്ദേഹത്തിന് ഫയൽ തുറക്കാനേ സാധിച്ചില്ല. കേസിൽ UAE കോൺസുൽ ജനറലിനെയും ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യണം. ചട്ടങ്ങൾ മറികടന്ന് വിദേശ സഹായം തേടിയ കുറ്റം സംസ്ഥാനത്തിന് അന്വേഷിക്കാനാകില്ല. അതിന് കേന്ദ്ര അനുമതി വേണം. എല്ലാം നന്നായി നടന്നാലും സംസ്ഥാന വിജിലൻസ് പോലീസിന് പൂർത്തിയാക്കാൻ ആവാത്ത കേസാണിത്. CBIക്ക് മാത്രമാണ് ചെയ്യാനാവുക. പക്ഷേ നിയമയുദ്ധത്തിലൂടെ അതെല്ലാം വൈകിച്ച് രക്ഷപ്പെടുകയാണ് സർക്കാർ. ഇതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന നടത്തിയ പത്രസമ്മേളനത്തെ തുടർന്ന് PS സരിത്തിനെ വിജിലൻസുകാർ പിടിച്ചുകൊണ്ടുപോയി. കേസ് ഒതുക്കുവാൻ സരിത്തുമായി പലവട്ടം വിജിലൻസ് ADGP സംസാരിക്കുകയും ചെയ്തു. ഈ വാർത്ത വന്നതോടെ അദ്ദേഹത്തെ പദവിയിൽ നിന്നും മാറ്റി. ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ അതിലും ഉന്നതമായ പദവി കൊടുത്തു. ഇതിനിടെ ശിവശങ്കർ 2023 ജനുവരി 31-ന് റിട്ടയർ ചെയ്തു. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ പ്രതിഫലം
50,000 രൂപയിൽ നിന്നും ഇരട്ടിയാക്കി കൊടുക്കുന്ന നല്ല കാര്യം കൂടി ചെയ്താണ് അദ്ദേഹം പടിയിറങ്ങിയത്. കാര്യമായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത സ്വപ്നയ്ക്ക് സ്പേസ് പാർക്കിൽ വലിയ ശമ്പളത്തിൽ നിയമനം കൊടുത്തതിലൂടെ സർക്കാരിന് നഷ്ടമായ 16 ലക്ഷം രൂപ പ്രൈസ് വാട്ടർ കൂപ്പറിൽ നിന്നും ഈടാക്കാനാവില്ലെങ്കിൽ ശിവശങ്കർ അടക്കമുള്ളവരുടെ ശമ്പളത്തിൽ നിന്നും ഈടാക്കണമെന്ന സ്വപ്നയുടെ നിയമന കാര്യം അന്വേഷിച്ച കമ്മീഷന്റെ ശുപാർശ സംബന്ധിച്ച് സർക്കാർ തീരുമാനമൊന്നും എടുത്തുമില്ല. ജനുവരി 31 തന്നെ അന്വേഷണത്തിന് ഹാജരാകണമെന്ന് ED ശിവശങ്കറോട് ആവശ്യപ്പെട്ടിരുന്നു. റിട്ടയർമെന്റ് ദിനമായതുകൊണ്ട് ദിവസം മാറ്റിവെക്കണമെന്ന് ശിവശങ്കർ നടത്തിയ അഭ്യർത്ഥന ED മാനിച്ചു. ED അസിസ്റ്റന്റ് ഡയറക്ടർ PK ആനന്ദനാണ് കോടതിയെ സമീപിച്ചത്. ഫെബ്രുവരി 12 ഹാജരാകുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം എത്തി. 12, 13 തീയതികളിലെ ചോദ്യം ചെയ്യലിനു ശേഷം ഫെബ്രുവരി 14 ED അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള എറണാകുളത്തെ CBIയുടെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫെബ്രുവരി 20 വരെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പുമായി ശിവശങ്കർ സഹകരിക്കുന്നില്ല എന്ന് ED കോടതിയിൽ പരാതിപ്പെട്ടു. കസ്റ്റഡി അനുവദിച്ചതിലൂടെ കേസിൽ കഴമ്പുണ്ടെന്ന് കോടതി പ്രാഥമികമായി കരുതുന്നു എന്ന് വ്യക്തം. EDക്കെതിരെ പരാതി തുടർച്ചയായി ചോദ്യം ചെയ്തു. ഭക്ഷണം തരുന്നില്ല. കേസിലെ ഇപ്പോഴുള്ള പ്രതികളിൽ സന്ദീപ് ഒഴികെ എല്ലാ പ്രതികളുടെയും മൊഴി ശിവശങ്കറിന് എതിരാണ്. പക്ഷേ രേഖകളെല്ലാം വിജിലൻസിൽ കിടക്കുന്നതുകൊണ്ട് കേസ് കോടതിയിൽ എത്തിക്കാൻ വൈകും. അത്രമേ സർക്കാരിനും ഉണ്ടാവുകയുള്ളൂ. പരമാവധി വൈകിപ്പിക്കുക. ഇനി 3 വർഷം കൂടിയാണല്ലോ സർക്കാരിന് ബാക്കി. അതിനു മുമ്പ് ലാവ്ലിൻ അടക്കം പലതും പൊട്ടിത്തെറിക്കാം. പക്ഷേ സ്വപ്ന ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് തെളിഞ്ഞു വരുന്നതായി സൂചനകളുണ്ട്. ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചതായി ശിവശങ്കർ വാട്സാപ്പ് ചാറ്റിൽ പറയുന്നുണ്ട്. കോഴപ്പണം വരുന്നതിന് തലേന്ന് നടത്തിയ ചാറ്റാണിത്. എല്ലാം ശ്രദ്ധയോടെ ചെയ്യണമെന്നും കുഴപ്പം വല്ലതും വന്നാൽ എല്ലാം നിന്റെ തലയിൽ വെക്കുമെന്നും ശിവശങ്കർ ഉപദേശിക്കുന്നു. അദ്ദേഹം ചെയ്തതെല്ലാം അങ്ങനെയാവാം. വൈദ്യുതി ബോർഡ് ചെയർമാനായിരുന്ന കാലം മുതൽ എന്തെല്ലാം ചെയ്തിരിക്കുന്നു. ഏതായാലും ED അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിനെ വിളിച്ചിരിക്കുകയാണ്. കഥ എവിടെ എത്തുമോ ആവോ. നാട്ടുകാരെ ആകെ പേടിപ്പിച്ചു നടക്കുന്ന പിണറായിക്കും സംഘത്തിനും സ്വപ്ന സുരേഷിനെ വല്ലാത്ത ഭയമാണ്. അവർ മുഖ്യമന്ത്രിക്കും ഭാര്യ കമലയ്ക്കും മകൾ വീണയ്ക്കും ഗൾഫിലുള്ള മകൻ വിവേകിനും എതിരെ വരെ പറഞ്ഞാൽ കേട്ടിരിക്കുകയല്ലാതെ ഒന്നും ചെയ്യാനില്ല. നിയമസഭയിൽ ഏതെങ്കിലും MLA പറഞ്ഞാലോ പൊട്ടിത്തെറിക്കും. അസംബന്ധം, പച്ചക്കള്ളം എന്നെല്ലാം പറയും. പിന്നീട് ആരും അറിയാതെ തിരുത്തും. പക്ഷേ നിയമപരമായ നടപടികൾക്ക് സ്വപ്ന വെല്ലുവിളിച്ചാൽ പാവം സ്വപ്ന എന്നാണ് പ്രതികരണം. കടകംപള്ളി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് എന്ന് പറയുമ്പോഴും അതുതന്നെ പ്രതികരണം. ശിവരാമകൃഷ്ണൻ മദ്യപിക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചാലും പാവം സ്വപ്ന ഒരു നടപടിയും എടുക്കില്ല. എന്നാൽ മറ്റുള്ളവരോടാണെങ്കിലോ നിയമപരവും അല്ലാത്തതുമായ എല്ലാ നടപടിയും എടുക്കും. ചില CPM സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ആകാശ് തില്ലങ്കേരിക്കെതിരെ എത്രയാണ് കേസ്? ഒരു ദിവസം 2 കേസാണ് പോലീസിന് എടുക്കേണ്ടി വന്നത്. DYFI മട്ടന്നൂർ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം ബിനീഷിന്റെ പരാതിയിൽ 1, സ്ത്രീത്വത്തെ അപമാനിച്ചതിന് 2ാമത്തേത്. 2ാമത്തെ കേസിലെ പരാതിക്കാരി മന്ത്രി MP രാജേഷിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഭാര്യയാണ്. അതായത് സർക്കാർ സ്പോൺസേഡ് ആണെന്ന് പരാതി. പക്ഷേ സ്വപ്ന നാവെടുത്താൽ ബിരിയാണി ചെമ്പ് കൊണ്ടുപോയ കഥയും പിണറായിക്കും ഭാര്യ കമലയ്ക്കും മകൾ വീണയ്ക്കും എതിരെയും പറയുന്നതൊന്നും മുഖ്യമന്ത്രിയെ അലോസരപ്പെടുത്തുന്നേയില്ല. അത്ഭുതം. ഫെബ്രുവരി 14 നടന്ന തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് സംയുക്ത യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സഖാക്കളോട് തുറന്നു പറഞ്ഞു. മര്യാദയ്ക്ക് ജീവിക്കണം. തുടർഭരണം തോന്നിവാസത്തിനുള്ള ലൈസൻസ് അല്ല. അതിനർത്ഥം വല്ലാത്ത സംഭവങ്ങൾ നടക്കുന്നു എന്ന് തന്നെയല്ലേ? നാട്ടുകാർക്ക് എത്രയോ നേരത്തെ മനസ്സിലായ സത്യമാണത്. തൃക്കാക്കരയിൽ അത് വ്യക്തമാകുകയും ചെയ്തതല്ലേ? അഴിമതികൾ ചൂണ്ടിക്കാണിക്കാൻ പാർട്ടി അനുഭാവികളും നേതാക്കളും മടിക്കരുത് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. നിയമസഭാ കക്ഷിയോഗത്തിൽ പോക്ക് മോശമാണെന്ന് പറഞ്ഞ KB ഗണേഷ് കുമാറിനെ കുറിച്ച് സഖാക്കൾ പറഞ്ഞത് അത് കേരള കോൺഗ്രസുകാരുടെ ജാതിഗുണം ആണെന്നാണ്. അതോടെ തീർന്നു. കേരളത്തിലെ സഹകരണ മേഖലയിലാകെ വെട്ടിപ്പല്ലേ. എത്ര ബാങ്കുകളാണ് പണം തിരിച്ചു കൊടുക്കാൻ ആവാതിരിക്കുന്നത്? ഭൂരിഭാഗവും സഖാക്കൾ ഭരിക്കുന്ന സംഘങ്ങളല്ലേ? ആർക്കും അറിയാതെയോ ഈ വെട്ടിപ്പുകൾ? P ജയരാജൻ EPക്കെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ ചിലത് പറഞ്ഞതിന്റെ ഗതി എന്തായി മാഷേ? അതിന്റെ അനന്തരഫലമല്ലേ ആകാശ് തില്ലങ്കേരിയുടെയും മറ്റും പരസ്യ പ്രഖ്യാപനം? പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടാണ് കൊല നടത്തിയത് എന്ന് വന്നാൽ ആരെല്ലാമാവും ജയിലിലാവുക? ഇടത് ദർശനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വല്ലാത്ത നിരാശ തോന്നുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. മയക്കുമരുന്ന് കച്ചവടം അടക്കം നടത്തി കാശുണ്ടാക്കുന്നവർ പാവം സഖാക്കളെ വിലക്കെടുക്കുന്നു. തിരഞ്ഞെടുപ്പുകളിൽ നല്ല സഖാക്കൾ തോൽക്കുന്നു.
മത്സരിച്ചവരെ പോലും ഇല്ലാതാക്കുന്നു. ആലപ്പുഴയിൽ എന്താണ് നടക്കുന്നത്? ഉന്നത നേതൃത്വം നോക്കിയിട്ടും കുട്ടനാട്ടിലെ സാധാരണ സഖാക്കളെ ശാന്തരാക്കാനായോ? പാർട്ടി പുറത്താക്കിയ AP സോണയ്ക്കെതിരെ അശ്ലീല വീഡിയോ പരാതി നേതാക്കൾ തന്നെ തിരുകി കയറ്റിയതാണ് എന്നല്ലേ വന്നിരിക്കുന്നത്. സോണയ്ക്കെതിരെ സാമ്പത്തിക പരാതി മാത്രമാണ് പാർട്ടിക്ക് നൽകിയത് എന്നാണ് പരാതിക്കാരി ഇപ്പോൾ പറയുന്നത്. മറ്റു കാര്യങ്ങൾ പാർട്ടി നേതാക്കൾ ഏരിയ കമ്മിറ്റി അംഗം VG വിഷ്ണുവും ആലപ്പുഴ ബീച്ച് ബ്രാഞ്ച് സെക്രട്ടറി VR മാവോയും ചേർന്ന് എഴുതി ചേർത്തതാണ് എന്നല്ലേ പരാതിക്കാരിയുടെ അമ്മ പറയുന്നത്. സഖാവ് ഒരു പെൺകുട്ടിയെ പിടിക്കാൻ ശ്രമിച്ചെന്നും ഇതേ തുടർന്ന് അയാളുടെ ഫോൺ പിടികൂടി പരിശോധിച്ചപ്പോൾ 34 സ്ത്രീകളുടെ അശ്ലീല വീഡിയോ ഉണ്ടെന്ന് കണ്ടെന്നും പറയുന്നു. പക്ഷേ ഒന്നും പോലീസ് അറിഞ്ഞിട്ടില്ല. തന്റെ കുടുംബത്തെയും വാടക വീടിന്റെ ഉടമയെയും പോലും സഖാക്കൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് ആ അമ്മയുടേതായി പത്രത്തിൽ വന്ന വാർത്തകൾ. ബ്യൂട്ടി പാർലറിലെ ജോലി വരെ പോയി. പാലക്കാട്ടെ PK ശശിക്കെതിരെ പരാതി പറഞ്ഞവർ ഇപ്പോൾ പാർട്ടിയിലുണ്ടോ മാഷേ? P ശശിക്കെതിരെ പറഞ്ഞവരോ? ഗോപി കോട്ടമുറിയെ ഒളിക്യാമറയിൽ പിടിച്ചവരോ? ഇപ്പോൾ ചിന്താ ജെറോമിനെ കുറിച്ച് വരുന്ന വാർത്തകളോ? കൊല്ലത്തെ ഏറ്റവും മികച്ച റിസോർട്ടിലായിരുന്നു കുറെ കാലം താമസം എന്ന കാര്യം അവരും സമ്മതിച്ചു. അവരോട് 20,000 രൂപ വെച്ചാണ് മാസം മേടിച്ചതെന്ന് പറയുന്നു. എങ്കിൽ വലിയ കൺസെഷൻ കിട്ടി. എന്തുകൊണ്ട്? അല്ലെങ്കിൽ എങ്ങനെ അവിടെ താമസിച്ചു? ഇതാണോ സഖാക്കൾ പുലർത്തേണ്ട ജീവിത ശൈലി? ചിന്തയുടെ ഡോക്ടറൽ പ്രബന്ധവും 1 ലക്ഷം രൂപ ശമ്പളത്തിനുള്ള ശ്രമവും മുൻകാല പ്രാബല്യത്തോടെ അത് അനുവദിച്ചതും എല്ലാം സർക്കാരിന്റെ ഇമേജ് ശരിക്കും കൂട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഗോവിന്ദൻ മാഷ് അറിഞ്ഞില്ലേ? DYFI നേതാവായ ആകാശ് തില്ലങ്കേരിയുടെ ഏറ്റുപറച്ചിൽ സത്യവും നാട്ടുകാർക്കെല്ലാം അറിയുന്ന കാര്യവും ആണെങ്കിലും പാർട്ടിയിലെ ചിലരെങ്കിലും വല്ലാതെ ഞെട്ടിയിരിക്കണം. പ്രത്യേകിച്ചും EPക്കെതിരെ പടവാളുമായി ഇറങ്ങിയ P ജയരാജൻ കണ്ണൂർ എടയന്നൂരിൽ യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതിയാണ് ആകാശ്. 2018 ഫെബ്രുവരി 12-നായിരുന്നു കൊലപാതകം. പാർട്ടിക്ക് വേണ്ടി കൊല നടത്തി. ആകാശ് ഏറ്റുപറഞ്ഞു. ആകാശിനെതിരെ എതിർ ഗ്രൂപ്പിലെ DYFIക്കാർ രംഗത്ത് വന്നപ്പോൾ ആകാശിന്റെ കൂട്ടുകാരും വന്നു. കൊല്ലാൻ പറഞ്ഞാൽ പിന്നെ പിടിച്ച് ഉമ്മ വെക്കണോ? അതാണ് കൂട്ടുകാരൻ സഖാവിന്റെ ചോദ്യം. എടയന്നൂരിലെ തട്ടുകടയിൽ നിന്ന ഷുഹൈബിനെ പിന്നാലെ കാറിലെത്തി 4-അംഗ സംഘം വെട്ടിക്കൊല്ലുകയായിരുന്നു. പോലീസ് അന്വേഷിച്ച് 14 പേർ പ്രതികളായി. തില്ലങ്കേരിയെയും രണ്ടാമനെയും പാർട്ടി പുറത്താക്കി. കേരള പോലീസ് കേസ് മുക്കുന്നു എന്ന് കണ്ട കോൺഗ്രസും ഷുഹൈബിന്റെ വീട്ടുകാരും കേസ് CBIക്ക് വിടണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അതിന് ഉത്തരവായി. സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. കൊള്ളാവുന്ന അഭിഭാഷകരെ ലക്ഷങ്ങൾ കൊടുത്ത് നിയോഗിച്ചു. 88 ലക്ഷം രൂപയാണ് കേരള സർക്കാർ ഇതിനായി ചെലവാക്കിയത്. ഹർജി തീർപ്പാക്കുവാൻ സുപ്രീം കോടതി ഹൈക്കോടതിയെ ചുമതലപ്പെടുത്തി. ഇക്കുറി പക്ഷേ CBI അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി സ്വീകരിച്ചു. കേരള പോലീസിന്റെ അന്വേഷണം നടക്കുന്നു. വിചാരണ തുടങ്ങിയില്ല. ആകാശ് കോടതിയിൽ എന്തെല്ലാമാവുമോ പറയുക. എടയന്നൂരിലെ പാർട്ടി നേതാക്കളാണ് കൊല നടത്തിച്ചത്. ഞങ്ങൾ വാ തുറന്നാൽ പലർക്കും പുറത്തിറങ്ങി നടക്കാൻ വയ്യാതാകും. ആകാശ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. കൊല്ലാൻ ആഹ്വാനം ചെയ്തവർക്ക് പാർട്ടിയുടെ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി, കൊല നടപ്പാക്കിയവർക്ക് പട്ടിണിയും പടിയടച്ചു പിണ്ടം വെക്കലും അദ്ദേഹം പരാതിപ്പെട്ടു. പാർട്ടി തള്ളിയതോടെ ഞങ്ങൾ സ്വർണ്ണക്കടത്ത് കൊട്ടേഷനിലേക്ക് കടന്നു. തെറ്റിലേക്ക് പോകാതിരിക്കുവാനോ തിരുത്തിക്കുവാനോ പാർട്ടി ശ്രമിച്ചില്ല. ആകെ നിരാശനായ ഒരു യുവാവിന്റെ തേങ്ങലല്ലേ ഈ വരികൾ. ഈ ഏറ്റുപറച്ചിൽ വന്നതോടെ കേസ് CBI ഏറ്റെടുക്കണം എന്ന ആവശ്യവുമായി ഷുഹൈബിന്റെ പിതാവ് CP മുഹമ്മദ് വീണ്ടും രംഗത്ത് വന്നു. CBIക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ വരെ പോയത് P ജയരാജനെ രക്ഷിക്കാനാണ് എന്ന് അങ്ങാടിപ്പാട്ടായി. ജില്ലാ സെക്രട്ടറി MB ജയരാജൻ ആകാശിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീരുമോ കാര്യങ്ങൾ? നാട്ടിലും പാർട്ടിയിലും നടക്കുന്ന ഒന്നും അറിയാതെ കേന്ദ്ര നയങ്ങൾക്കെതിരായും കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ച് പറഞ്ഞും കാസർഗോഡ് നിന്നും 20-ന് യാത്ര തുടങ്ങുന്നത് നല്ല കാര്യമാണ്. ഇപ്പോൾ ധനമന്ത്രി പറയുന്നത് വലിയ അവഗണന ഇല്ലെന്നാണ് അല്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് Z+ സുരക്ഷയാണ് കൊടുക്കുന്നത്. ജനങ്ങളെ ഇത്രമാത്രം ഭയപ്പെടാൻ അദ്ദേഹം എന്താവുമോ ചെയ്തത്? ഇതിന്റെ ഫലമായി പോലീസ് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ഒരുക്കുന്ന വാഹന വ്യൂഹം അടക്കമുള്ള ക്രമീകരണങ്ങൾ ആ കാറ്റഗറിക്ക് ഉള്ളതിലും പല മടങ്ങായി. മുഖ്യമന്ത്രി വന്നാൽ ജനം വല്ലാതെ വലയുകയായി. Z+ സുരക്ഷയ്ക്ക് മുന്നിൽ 2 പൈലറ്റ് വാഹനം, പിന്നിൽ 2 എസ്കോർട്ട് വാഹനം, ഒരു വാൻ, മറ്റൊരു കാർ, ഇത്രയുമാണ് വേണ്ടത്. പക്ഷേ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അതിന്റെ ഇരട്ടി പോലീസ് വാഹനങ്ങൾ കൂടെ കാണും. SP-മാർ പ്രീതിക്കായി മത്സരിക്കുകയാണ്. 40-50 പേരുണ്ടാകേണ്ട സുരക്ഷാ സംഘം 100 കവിയുന്നത് സാധാരണയാണ്. വരുന്നതിന് മുന്നോടിയായി സൈറൻ മുഴക്കി പായുന്ന അറിയിപ്പ് വാഹനങ്ങൾ വന്നാൽ പിന്നെ
ഈച്ച പോലും അനങ്ങാൻ സമ്മതിക്കില്ല. സൈറനു പിന്നാലെ എല്ലാം ശരിയായോ എന്ന് നോക്കാൻ പോലീസുകാരുടെ പരിശോധന പറക്കലുകൾ വേറെ. തലസ്ഥാനത്ത് പോലും അതാണ് സ്ഥിതി. സുരക്ഷക്കാർക്ക് ഒരു നോട്ടവുമില്ല. സമരക്കാരെ ശരിക്കും കൈകാര്യം ചെയ്യും. KSU നേതാവായ മീവ ജോളിയെ കോളറിന് പിടിച്ചു വലിച്ചുകൊണ്ടുപോയത് പോലീസുകാരൻ. വനിതാ പോലീസ് വേണം എന്ന നിയമം ഒന്നും സുരക്ഷക്കാർക്ക് ബാധകമല്ല. ലോകരാഷ്ട്ര തലവന്മാരെ പോലെ മുഖ്യമന്ത്രി പോകുന്നിടത്തെല്ലാം സുരക്ഷയ്ക്കായി കേരള ഉദ്യോഗസ്ഥൻ പോകുന്നത് പതിവായിരിക്കുന്നു. ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി കേരളത്തിലെ നികുതിദായകൻ ഇതിനെല്ലാം ചിലവ് കൊടുക്കേണ്ടി വരുന്നു. കൽക്കത്തയിൽ കർഷക തൊഴിലാളി യൂണിയൻ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ പോകുന്ന പിണറായിയുടെ സുരക്ഷയ്ക്കായി സംസ്ഥാന സായുധ സേന പോലീസ് ബറ്റാലിയൻ ADGP H വെങ്കടേഷിനെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞു. തെലങ്കാനയിൽ ചന്ദ്രശേഖര റാവുവിന്റെ പൂജയ്ക്ക് പോയപ്പോഴും വെങ്കടേഷിനെ നേരത്തെ അയച്ചു. അദ്ദേഹം വല്ലാത്ത ഭീതിയിൽ, അല്ലെങ്കിൽ രാജകീയ ചിന്തയിൽ. താൻ ജനങ്ങളുടെ രാജാവാണ് എന്നാവും ഹൃദയത്തിൽ തോന്നുന്നത്. പണ്ട് ഇങ്ങനെയൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. കോൺഗ്രസിനെ ഒരു പരുവമാക്കിയ K കരുണാകരൻ. എന്തായിരുന്നു ഒരു സ്പീഡ്! അദ്ദേഹം പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം, എതിർക്കുന്നവരെ ഇല്ലാതാക്കും. പക്ഷേ അക്കാലത്ത് ശക്തരായ ഘടകകക്ഷി നേതാക്കൾ ഉണ്ടായിരുന്നു. അവരുടെ മുൻപിൽ കളി നടക്കില്ല. പാർട്ടിക്കാർ പറഞ്ഞു, ഈ ശൈലി മാറ്റണം. ഇനി ഈ പ്രായത്തിലോ തനിക്ക് ശൈലി മാറ്റാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കരുണാകരൻ ഉറച്ചുനിന്നു. പക്ഷേ അവസാനം 1995 എല്ലാം ഇട്ടൊഴിയേണ്ടി വന്നു. പിന്നെ തിരിച്ചു വരാനും പറ്റിയില്ല. ഫെബ്രുവരി 11 ശനിയാഴ്ച കർണാടകത്തിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ പ്രസംഗിക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു കാര്യം പറഞ്ഞു. BJPക്ക് മാത്രമേ കർണാടകയെ സുരക്ഷിത സംസ്ഥാനമാക്കുവാൻ സാധിക്കുകയുള്ളൂ. BJP ജയിച്ചില്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്നത് കാണുന്നില്ലേ? അദ്ദേഹം ചോദിച്ചു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം പോലെയാകും എന്ന് പറഞ്ഞ് BJP വോട്ട് പിടിക്കുകയാണ് കർണാടകത്തിൽ. പിറ്റേന്ന് 12 ഞായറാഴ്ച പിണറായി വിജയൻ അമിത്ഷായോട് ചോദിച്ചു, ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ ശ്രീരാമസേനയില്ല. 121 വർഷം പഴക്കമുള്ള ചിക്മംഗ്ലൂരിലെ ദേവാലയം കത്തിച്ചതുപോലെ ഒന്നും സംഭവിക്കില്ല എന്നെല്ലാം പിണറായി വെച്ചു കീച്ചി. മൂന്നാം പക്കം ഫെബ്രുവരി 15 കേരളത്തിലാകെ NIA റെയ്ഡ് നടന്നു. മംഗളൂരുവിലെ പ്രഷർ കുക്കർ സ്ഫോടന കേസിലെ പ്രതികളെ കണ്ടെത്തുവാൻ. അതോടെ കേരളം മുസ്ലിം തീവ്രവാദികളുടെ ആസ്ഥാനമായെന്ന് അമിത്ഷയ്ക്ക് ഓർമ്മിപ്പിക്കുവാനായി. ആലുവ, കൊച്ചി, ആലങ്ങാട് പ്രദേശങ്ങളിലായിരുന്നു റെയ്ഡ്. ആലുവ വള്ളൂരകത്തോട് പിണ്ടി അശോകൻ, പണമിടപാടുകാരൻ പടിഞ്ഞാറെ വെളിയത്തുനാട് കിടങ്ങപ്പള്ളിൽ റിയാസ്, പാനായിക്കുളം സ്വദേശി നിസാം, തോപ്പുമടി വാലുമ്മൽ പാലത്തിന് സമീപം സിറാജ് മുഹമ്മദ് എന്നിവരെ അവർ കൊണ്ടുപോയി. ആലുവ സെമിനാരിപ്പടി മൂൺലൈറ്റ് അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന സിനുമോന്റെ വീട്ടിലും റെയ്ഡ്. പാനായിക്കുളം സ്വദേശിയാണ് സിനുമോൻ. ഏത് സ്ഫോടനം നടന്നാലും ഇവിടുത്തുകാർ പ്രതികൾ. ഇത്രയും തീവ്രവാദികൾ ഇവിടെ സുരക്ഷിതരായി കഴിയുന്നു എന്ന് കേരള പോലീസ് അറിഞ്ഞതുമില്ല. അതാണ് അപകടം. അതാണ് കേരളത്തിന്റെ അവസ്ഥ. പണമില്ലെന്ന് പറഞ്ഞ് കുടിവെള്ളത്തിനും വൈദ്യുതിക്കും പെട്രോളിനും വരെ വില കൂട്ടിയ ധനമന്ത്രി ഇപ്പോൾ പറയുന്നു, അന്തർ സംസ്ഥാന ചരക്കുനിരക്കുകൾക്കുള്ള IGST അനുസരിച്ച് കേരളത്തിന് കിട്ടേണ്ട തുക സംബന്ധിച്ച കണക്കുകൾ നിലവിൽ ഇല്ലെന്ന്. ദേശീയ നെറ്റ്വർക്കും സോഫ്റ്റ്വെയറും ഇനിയും ശരിയായില്ല. E-way ബിൽ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. കേരളം കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെയായത്. ഇത് കെടുകാര്യസ്ഥതയല്ലേ? ഇതെങ്ങനെ അവഗണനയാവും? കേരളത്തിന്റെ ക്ലെയിം ഇതുവരെ കൊടുത്തിട്ടില്ല. 5 വർഷം കൊണ്ട് ഈ ഇനത്തിൽ 25,000 കോടിയുടെ നഷ്ടമുണ്ടായെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് മറുപടിയായാണ് ധനമന്ത്രി ഈ വിശദീകരണം കൊടുത്തത്. അതായത്, നമുക്കിതുവരെ ശരിയാക്കാനായിട്ടില്ല. പക്ഷേ GST നഷ്ടപരിഹാരം ഇനത്തിൽ 750 കോടി കിട്ടാനുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു. ഇപ്പോഴത്തെ നിരക്കനുസരിച്ച് വൈദ്യുതി ബോർഡിൽ കിട്ടാനുള്ള കുടിശ്ശിക 3000 കോടി രൂപയാണ്. കൃത്യമായി പറഞ്ഞാൽ 2022 സെപ്റ്റംബർ 31 വരെ 2981 കോടി. ഇപ്പോൾ അത് 3000 കടന്നിരിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1319 കോടിയും സ്വകാര്യ സ്ഥാപനങ്ങൾ 1006.38 കോടിയും കൊടുക്കാനുണ്ട്. ഗാർഹിക ഉപഭോക്താക്കൾ 313.5 കോടി. സംസ്ഥാന സർക്കാർ 126.8 കോടി. കേന്ദ്ര പൊതുമേഖല 76.18 കോടി. സ്വകാര്യ വൈദ്യുതി ഉൽപാദകർ 63.76 കോടി. ഇതാണ് കുടിശ്ശിക കണക്കുകൾ. വരുമാനം കൂട്ടാൻ നികുതി കൊടുക്കുന്നവനെ പിഴിയുക. ഇതാണ് ഇടത് സർക്കാരിന് അറിയാവുന്ന ഏക മാർഗം. ജനദ്രോഹമോ എന്ന് ജനം മനസ്സിലാക്കട്ടെ.
KSRTC ഒരു പുതിയ നിർദ്ദേശം ഉന്നയിക്കുന്നു. വരുമാനമനുസരിച്ച് ശമ്പളം കൊടുക്കാം. സർക്കാർ കാണിക്കുന്ന ഭീകര മാതൃകയാണിത്. സർക്കാർ ഇങ്ങനെ കാണിച്ചാൽ എന്താവും സ്വകാര്യ മേഖലയുടെ സ്ഥിതി? ഇതാവുമോ എല്ലായിടത്തെയും സ്ഥിതി? കുറഞ്ഞ കൂലി എന്ന ആശയം തന്നെ ഇല്ലാതാവില്ലേ? കൂനറിയാതെ ഞെളിയാനാവില്ല എന്ന സത്യം ജീവനക്കാരും മനസ്സിലാക്കണം. ഇടതുപക്ഷം കൊണ്ടുവന്ന വിപ്ലവങ്ങൾ എല്ലാം ആപത്താണെന്ന് മനസ്സിലായി വരുന്നതിന്റെ സൂചന കൂടിയാണിത്. ഹൈക്കോടതി കർശനമായി ഇടപെട്ടതുകൊണ്ട് ഈ മാസം ശമ്പളം കൊടുത്തു. അതിന് 74 കോടി രൂപ ഉണ്ടാക്കിയതിന്റെ വിഷമം കോർപ്പറേഷൻ കോടതിയെ അറിയിച്ചു. ഒരു വർഷമായി വിരമിച്ചവർക്ക് ഒന്നും കൊടുക്കാൻ KSRTCക്കാവുന്നില്ല. വിരമിച്ച 978 ജീവനക്കാർക്ക് ആനുകൂല്യം കൊടുക്കാനുണ്ട്. മൊത്തം കൊടുക്കുവാൻ 68.23 കോടി രൂപ വേണം. 2022 ജനുവരി മുതൽ മാർച്ച് 31 വരെ വിരമിച്ചവർ 174 പേർ. വേണ്ടത് 12.69 കോടി. 2022 ഏപ്രിൽ മുതൽ ജൂൺ വരെ വിരമിച്ചവർ 737 പേർ. വേണ്ടത് 51.56 കോടി. 2022 ജൂൺ മുതൽ ഡിസംബർ വരെ വിരമിച്ചവർ 91 പേർ. വേണ്ടത് 6.41 കോടി. ആകെ ബാധ്യത 70.14 കോടി. കൊടുത്തത് 23 പേർക്ക് 1.90 കോടി. ബാക്കി 68.23 കോടി 4 മാസത്തിനകം എല്ലാവർക്കും ആനുകൂല്യം കൊടുക്കണം എന്ന വിധി പുനഃപരിശോധിക്കണം എന്ന ആവശ്യവുമായി ചെന്ന കോർപ്പറേഷനോട് ഹൈക്കോടതി ചോദിച്ചു, എന്തു കൊടുക്കാം? ഓരോ ലക്ഷം രൂപ നൽകാം. കോർപ്പറേഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. പരമാവധി 10 കോടി രൂപ പെൻഷനായി ചെലവാക്കാം. 2 ലക്ഷം വെച്ച് നൽകാൻ കോടതി നിർദ്ദേശിച്ചു. പറ്റില്ലെന്ന് കോർപ്പറേഷൻ പറഞ്ഞു. അവസാനം കോടതി പറഞ്ഞു, പെൻഷൻ ആനുകൂല്യത്തിന് കോടതിയെ സമീപിച്ചവർക്ക് 198 പേർക്ക് പകുതി വെച്ചു കൊടുക്കുക. അത് അനീതിയല്ലേ? കോടതിയിൽ പോകാത്തവർക്ക് കിട്ടാത്ത നീതി. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഫെബ്രുവരി 14 വിധി വായിച്ചപ്പോൾ തോന്നിയത് അതാണ്. ഇത്രയും പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും 100 കണക്കിന് വാഹനങ്ങൾ കോർപ്പറേഷൻ വാങ്ങുന്നു. കമ്മീഷൻ നോക്കിയുള്ള കച്ചവടം എന്ന് കരുതിയാൽ തെറ്റാവുമോ? KSRTCയുടെ മന്ത്രി ആന്റണി രാജുവാണ്. അദ്ദേഹം ഭരിക്കുമ്പോൾ സാക്ഷാൽ KM മാണി സാറിനെ പീഡിപ്പിച്ച SP സുകേഷിന് കോർപ്പറേഷനിൽ നിയമനം. ബാർക്കോഴ കേസിൽ ഇല്ലാക്കഥകൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത് മാണി സാറിനെ വല്ലാതെ പീഡിപ്പിച്ച ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമെന്ന് കേരള കോൺഗ്രസുകാർ കരുതുന്നു. ഏതായാലും ജോസ് കെ മാണി ഇടപെട്ട് നിയമനം തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു. ജോസിന് പിടിച്ചു നിൽക്കാമെന്നായി. ഫെബ്രുവരി 14 ചൊവ്വാഴ്ച BBC-യുടെ ഡൽഹി, മുംബൈ ഓഫീസുകളിൽ ആദായ നികുതിക്കാർ റെയ്ഡ് ആരംഭിച്ചു. 3 ദിവസമായി പരിശോധന തുടരുകയാണ്. ആദായ നികുതി കാര്യത്തിൽ ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കുന്നില്ല. ലാഭവിഹിതം പുറത്തു കൊണ്ടുപോകുന്നതിന് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. നോട്ടീസുകൾക്ക് മറുപടിയില്ല. അനുബന്ധ സ്ഥാപനങ്ങളുടെ കൈമാറ്റ വിലയിൽ പൊരുത്തക്കേട്. ഇതെല്ലാമാണ് പരിശോധനയ്ക്ക് ആദായ നികുതിക്കാർ പറയുന്ന കാരണങ്ങൾ. വിവാദ പരിപാടി മോദി ക്വസ്റ്റ്യൻ വന്ന ഉടനെ ഉണ്ടായതുകൊണ്ട് പക്ഷേ ലോകമാകെ സംശയമാണ്. പത്രസ്വാതന്ത്ര്യത്തിനുള്ള കൈകടത്തൽ അല്ലേ ഈ പരിശോധന? ഇല്ലെങ്കിൽ എന്തേ ഇത്രയും കാലം റെയ്ഡ് നടത്തിയില്ല? വിനാശകാലെ വിപരീത ബുദ്ധി. കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അനുഭവം പറയുന്നു. ഇന്ദിര BBC-യെ നിരോധിച്ചിരുന്നു. BJP തിരിച്ചടിക്കുന്നു. ഏതായാലും ഇന്ത്യയുടെ പ്രതിച്ഛായ മോശമാക്കുന്ന ഒന്നായി ആ റെയ്ഡ്. ഷീലാഹുവിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.